Good morning all. Analog Electronic Circuitsന്റെ S3 ഫസ്റ്റ് ക്ലാസ് ആണ്. ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് അഥവാ BJTയുടെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ റിവ്യൂ ആണ് ഫസ്റ്റ് ക്ലാസ്സിൽ പറയുന്നത്. ഓൾറെഡി ബേസിക് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ നിങ്ങൾ BJTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു റിവ്യൂ ക്ലാസ്സാണ്. ജസ്റ്റ് നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം വാട്ട് ഈസ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ്? ബൈപോളാർ എന്നുള്ള വേർഡിൻ്റെ മീനിങ് ആദ്യം നമുക്ക് ഈ വാട്ട് ഈസ് BJT എന്ന് പറയുന്ന ആ വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് അറിയണം. ബൈപോളാർ എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ നിങ്ങൾക്കറിയാം പല കോമ്പിനേഷൻസ് NPN, PNP എന്നൊക്കെ കോൺഫിഗറേഷൻസ് ഉണ്ട്. ഈ എക്യുപ്മെൻറ്റിൽ ഈ ഡിവൈസിൽ മെജോറിറ്റി ക്യാരിയേഴ്സ്, മൈനോറിറ്റി ക്യാരിയേഴ്സ് എന്നിങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് പറയുന്നുണ്ട്. ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ്, ഇവർ രണ്ടുപേരാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കണ്ടക്ഷന് കാരണമാകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ബൈപോളാർ എന്ന് പറയുന്നത്. ഇലക്ട്രോൺസും ഉണ്ട്, ഹോളും ഉണ്ട് കണ്ടക്ഷൻ. ദെൻ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ബൈപോളാർ എന്നുള്ള വേർഡ് മനസ്സിലായല്ലോ. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ ഡയോഡൊക്കെ പഠിച്ചിട്ടുണ്ട്. PN ജംഗ്ഷൻ ഡയോഡ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലൊരു സിലിക്കൺ സബ്സ്ട്രേറ്റ് ഉണ്ടാവും. ആ സിലിക്കൺ സബ്സ്ട്രേറ്റിൽ അല്ലെങ്കിൽ ജെർമേനിയത്തിൻ്റെ ഒരു സബ്സ്ട്രേറ്റ് എടുക്കുന്നു. അതിനകത്ത് ഒരു സൈഡ് P കൊണ്ട് ഡോപ്പ് ചെയ്യുന്നു, ഒരു സൈഡ് അനദർ സൈഡ് N കൊണ്ട് ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് PN ജംഗ്ഷൻ കിട്ടുന്നത്. നിങ്ങൾ ഡോപ്പിങ്ങും കാര്യങ്ങളും കോൺസെൻട്രേഷനൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, അതിലോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പം ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റിൻ്റെ വൺ സൈഡ് Pയും വൺ സൈഡ് Nനും നമ്മൾ ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് PN ജംഗ്ഷൻ കിട്ടുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് എത്ര ജംഗ്ഷൻസ് ഉണ്ട്? ദിസ് ഇസ് എൻ NPN ഓർ PNP ട്രാൻസിസ്റ്റർ. അപ്പോൾ എന്താ, അവിടെ രണ്ട് ജംഗ്ഷൻസാണ് വരുന്നത്, രണ്ട് PN ജംഗ്ഷൻസാണ് വരുന്നത്. അപ്പം അതിനെ ഒരു സിലിക്കണാണ് മെറ്റീരിയലെങ്കിൽ സിലിക്കൺ സബ്സ്ട്രേറ്റിൽ അതിനെ ഡോപ്പ് ചെയ്യും. ജെർമേനിയം ആണെങ്കിൽ ജെർമേനിയം സബ്സ്ട്രേറ്റിലായിരിക്കും ഡോപ്പ് ചെയ്യുന്നത്. ദെൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താ? ഇറ്റ്സ് എ ട്രാൻസ്ഫർ റെസിസ്റ്റർ എന്നാണ് മീനിങ്. ദാറ്റ് ഈസ്, നമുക്ക് ഒരു NPN ട്രാൻസിസ്റ്റർ കൺസിഡർ ചെയ്യാം. നമ്മൾ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് NPN ആണ്. ബിക്കോസ് മെജോറിറ്റി ക്യാരിയേഴ്സ് ഇൻ NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്. PNP പറ്റി നമ്മൾ കൂടുതൽ പഠിക്കുന്നില്ല. NPN ട്രാൻസിസ്റ്ററാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു NPN ട്രാൻസിസ്റ്റർ എടുത്താൽ അതിൽ എമിറ്റർ, ബേസ്, കളക്ടർ എന്നിങ്ങനെ ടെർമിനൽസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയാസ്, കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയാസ് ഫോർ ആംപ്ലിഫിക്കേഷൻ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്ന ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റർ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലൊരു ലോ റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടുണ്ട്. ആ ലോ റെസിസ്റ്റൻസ് റീജിയനിൽ നിന്നും ഒരു ഹൈ റെസിസ്റ്റൻസ് റീജിയനിലോട്ട് നമുക്കൊരു സെയിം കറണ്ട് ഫ്ലോ ചെയ്യിക്കണം. നമ്മളെ കറണ്ട് I ആണെങ്കിൽ ആ കറണ്ട് I ഇൻപുട്ടിലെ റെസിസ്റ്റൻസ് ലോ ആണ്. ദെൻ അതിൽ നിന്ന് ഹൈ റെസിസ്റ്റൻസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ള പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു BJT എടുക്കുന്നു. BJTയിലെ കൺസ്ട്രക്ഷൻ വൈസ് അപ്പം നമുക്കറിയാം, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു 3 ലെയർ സെമി കണ്ടക്ടർ ഡിവൈസാണ്. NPN അല്ലെങ്കിൽ PNP എന്ന് പറയുന്ന ഫോമിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു NPN ആൻഡ് PNP ട്രാൻസിസ്റ്റർ. അതിൻ്റെ 3 ടെർമിനൽസിനെ നമ്മൾ മെറ്റൽ കോണ്ടാക്ട്സ് വഴി പുറത്തോട്ട് എടുക്കുകയാണ്. എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ എന്നാണ്. അപ്പം 2 ജംഗ്ഷനുണ്ട്, 3 ടെർമിനലുണ്ട്, 2 ഡയോഡ് കണക്ഷൻ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രാൻസിസ്റ്റർ കിട്ടുന്നത്. ദർ ആർ 3 ടെർമിനൽസ് ആൻഡ് മിഡിൽ സെക്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും തിന്നായിട്ടാണ് വയ്ക്കുന്നത്. ദെൻ ട്രാൻസിസ്റ്ററിൻ്റെ ടെർമിനൽസ് എടുത്താൽ എമിറ്ററുണ്ട്, ബേസ് ഉണ്ട്, കളക്ടറുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. സിമ്പൽ ഇതൊരു NPNൻ്റെ സിമ്പലാണ് കാണിച്ചിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം എമിറ്റർ എന്ന് പറയുന്നത്, ഒരു സൈഡ് നമ്മൾ എമിറ്ററാണ് എടുക്കുന്നത്. എമിറ്റർ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള സാധനം എമിറ്റർ ആയിരിക്കും. അപ്പം NPN ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ, ദെൻ PNP ട്രാൻസിസ്റ്ററിൽ
ഉള്ള PNP നമ്മൾ കൂടുതൽ പോകുന്നില്ല. കളക്ടർ സൈഡ് എന്ന് പറയുന്നത് കളക്ടറായിരിക്കും ഏറ്റവും ഏരിയ കൂടുതലായിട്ട് വെച്ചിരിക്കുന്നത്. കാരണം കറണ്ട് കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യുന്നു എന്നുള്ള മീനിങ്ങിലാണ് കളക്ടർ ഹെവി ആയിട്ടായിരിക്കും ഏരിയ കൂടിയായിരിക്കും ഇരിക്കുന്നത്. എമിറ്ററാണ് ഏറ്റവും ഹെവിലി ഡോപ്ഡ് ആയിട്ടുണ്ടാവുക. അതുപോലെ ബേസ് റീജിയൻ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിരിക്കും. ബേസ് തിന്നുമായിരിക്കും, വെരി ലൈറ്റ്ലി ഡോപ്ഡ് ആയിരിക്കും. അപ്പം എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ എന്ന് പറയുന്ന 3 ടെർമിനൽസ് ആണുള്ളത്. ഇതിൽ എമിറ്റർ എന്ന് പറയുന്നത് ഹെവിലി ഡോപ്ഡ് ആൻഡ് കളക്ടർ എന്ന് പറയുന്നത് മോഡറേറ്റ്ലി ഡോപ്ഡ് ആൻഡ് ബേസ് ഈസ് വെരി ലൈറ്റ്ലി ഡോപ്ഡും വെരി തിന്നുമായിരിക്കും. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ റെസിസ്റ്ററാണ്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പം റെസിസ്റ്റൻസ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ നിന്ന് അടുത്ത മീഡിയം, അതായത് ഇൻപുട്ട് സൈഡ് നിന്ന് ഔട്ട്പുട്ട് സൈഡിലോട്ട് പോകുമ്പോൾ റെസിസ്റ്റൻസ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നമ്മളൊരു കറണ്ട് തന്നെയാണ് ഇവിടെ ഫ്ലോ ചെയ്യിപ്പിക്കുന്നത്. ദെൻ ബൈപോളാർ എന്ന് പറഞ്ഞാൽ 2 പോൾസാണ്, ഇലക്ട്രോൺ ആൻഡ് ഹോൾ. ദെൻ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദർ ആർ 2 ജംഗ്ഷൻസ്, മെറ്റാലിക് ജംഗ്ഷൻസ് J1 ആൻഡ് J2, 2 ജംഗ്ഷൻസ് ഉണ്ടാവും. അങ്ങനെയാണ് BJT എന്നുള്ള പേര് വന്നത്. അപ്പം എമിറ്റർ ഹെവിലി ഡോപ്ഡ് ആണ്, ബേസ് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്, കളക്ടർ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. അതുപോലെ ബേസ് വളരെ തിന്നുമായിരിക്കും. അപ്പോൾ എമിറ്റർ ബേസ് ജംഗ്ഷനെ നമ്മൾ എമിറ്റർ ഡയോഡ് എന്നും അതുപോലെ കളക്ടർ ബേസ് ജംഗ്ഷനെ കളക്ടർ ഡയോഡ് എന്നാണ് പറയുന്നത്. ഇനി നമുക്കറിയാം എമിറ്റർ ഒരു ആംപ്ലിഫിക്കേഷനാണ് നമ്മുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്റർ കൊണ്ടുള്ള. അപ്പം ആംപ്ലിഫിക്കേഷൻ നടക്കണമെങ്കിൽ ഇത് നമ്മളീ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ ഓഫ് റെസിസ്റ്റൻസ് നടക്കണമെങ്കിൽ എമിറ്റർ ഡയോഡ് അല്ലാതെ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയസും കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസും ആയിരിക്കണം. എന്തുകൊണ്ടാണ്? അപ്പം എങ്ങനെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് ഡിഫറൻസ് പറയുന്നത്? തേർഡ് പോയിൻ്റ് കണ്ടോ നിങ്ങൾ? റെസിസ്റ്റൻസ് ഓഫ് എമിറ്റർ ഡയോഡ്, അതായത് എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് സ്മോൾ ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഒരു ഫിഗർ നിങ്ങൾ നോക്കിക്കേ. ഇവിടെ ഒരു NPN ട്രാൻസിസ്റ്റർ തന്നിട്ടുണ്ട്. NPN കണ്ടല്ലോ, എമിറ്റർ കണ്ടോ, IE, IB, IC എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ടോ? അപ്പം എമിറ്റർ ബേസ് ജംഗ്ഷൻ നിങ്ങൾ നോക്കിക്കേ. N എന്ന് പറയുന്നത് NPNൻ്റെ ഫസ്റ്റ് N എന്ന് പറയുന്നത് കണക്റ്റഡ് ടു നെഗറ്റീവ് ഓഫ് terminal of the battery and P is connected to positive terminal of the battery VEB. കണ്ടോ, emitter base junctionil VEB യുടെ നെഗറ്റീവ് is connected to N of the N terminal and emitter terminal and base is connected to positive terminal. അതിൻ്റെ മീനിങ് എന്താ? ഇതെന്ത് ബയാസിങ് ആണ്? നിങ്ങൾ ഡയോഡൊക്കെ പഠിച്ചിട്ടുണ്ടാവും. It is known as forward bias. കാരണം N നെഗറ്റീവ് terminal is connected to N. അപ്പോൾ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസിനെ അവിടുന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുക? പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടുന്ന്? ആ നെഗറ്റീവ് ടെർമിനലിൽ നിന്നും ഇലക്ട്രോൺസിനെ പുഷ് ചെയ്യാനുള്ള ഫോഴ്സാണ് അവിടെ വരുന്നത്. അതിനാണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് PN ജംഗ്ഷൻ നോക്കിക്കേ. ഫസ്റ്റ് എമിറ്റർ ബേസ് ജംഗ്ഷനെ നിങ്ങൾ ഫോർവേഡ് ബയസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? PN ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയസ് ചെയ്ത് എന്ത് ചെയ്യും? അത് കണ്ടക്ട് ചെയ്യും. നിങ്ങൾക്കറിയാം 0.7 ആണ് കട്ട് ഇൻ വോൾട്ടേജ് ഫോർ സിലിക്കൺ. ഇപ്പോൾ സിലിക്കൺ സബ്സ്ട്രേറ്റ് ആണെങ്കിൽ 0.7 വോൾട്ട് കഴിയുമ്പോൾ അത് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഒരു ഐഡിയൽ കേസിൽ ഒരു ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ? റെസിസ്റ്റൻസ് 0 ആണ്, കണ്ടക്ഷൻ നടക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ഫുള്ളി കണ്ടക്റ്റഡ് എന്നാണ് മീനിങ്, ഹൈ കറണ്ട് എന്നാണ് മീനിങ്. പക്ഷേ പ്രാക്ടിക്കലി ദർ വിൽ ബി സം റെസിസ്റ്റൻസ്, ടെൻസ് ഓഫ് റെസിസ്റ്റൻസ് 10 ഓം അല്ലെങ്കിൽ ടെൻസ് ഓഫ് റെസിസ്റ്റൻസ് അതിനകത്ത് കാണും. അപ്പം റെസിസ്റ്റൻസ് തീരെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു പ്രാക്ടിക്കൽ കേസിൽ. അപ്പം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് PN ജംഗ്ഷൻ, ദാറ്റ് ഈസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ലോ റെസിസ്റ്റൻസ് പാത്താണ് തരുന്നത്. അതായത് എമിറ്ററിൽ നിന്ന് ബേസിലോട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. അപ്പം നമുക്കറിയാം കൺവെൻഷണൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടെർമിനൽ ടു നെഗറ്റീവ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ എവിടോട്ട് മൂവ് ചെയ്യുന്നോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഏത് കറണ്ട് മൂവ് ചെയ്യുന്നു, കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഇവിടെ കണ്ടോ ഒരു ഡോട്ട് മൂവ് ചെയ്യുന്ന പോലെ കാണിക്കുന്ന ഡയറക്ഷൻ എന്താണ്? ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻ്റാണ് കാണിക്കുന്നത്. അതായത് കറണ്ടിൻ്റെ മൂവ്മെൻറ്റ് ഇതിന് ഓപ്പോസിറ്റ് ആണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചോണം.
ടെർമിനൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്താ, എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് പാത്താണ്, അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് ജംഗ്ഷനാണ് തരുന്നതെന്ന് മനസ്സിലാക്കാം. ദെൻ നമ്മൾ അടുത്ത പി എൻ ജംഗ്ഷൻ നോക്കിക്കേ, ഏതാ, കളക്ടർ ബേസ് ജംഗ്ഷൻ നോക്കിക്കേ. കളക്ടർ എന്ന് പറയുന്നത് എൻ ആണ്, ഇവിടെ എൻ പി എൻ ട്രാൻസിസ്റ്ററാണ്. അപ്പം എൻ ടെർമിനലാണ്, എൻ ഡോപ്പ് ചെയ്തിരിക്കുവാണ്. അത് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, വി സി ബിയുടെ പോസിറ്റീവിലോട്ടാണ്. ഇറ്റ് മീൻസ് പോസിറ്റീവ് ആൻഡ് എൻ ടെർമിനലാണ് വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ റിവേഴ്സ് ബയാസിങ് എന്ന് പറയുന്നത്. റിവേഴ്സ് ബയാസിങ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ എൻ എന്ന് പറയുന്ന ടെർമിനലിലുള്ള ഇലക്ട്രോൺസ് എല്ലാം എവിടോട്ട് പുള്ള് ചെയ്യാണ്, ഈ വി സി ബിയുടെ പോസിറ്റീവ് ടെർമിനലിലോട്ട് അട്രാക്റ്റ് ചെയ്യുവാണ് ഇലക്ട്രോൺസിനെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, പി എൻ ജംഗ്ഷൻ, ഏതാ, ബേസ് കളക്ടർ ജംഗ്ഷൻ എന്ത് ചെയ്യും, വൈഡ് ആയിക്കൊണ്ടിരിക്കും, ഡിപ്ലീഷൻ ലെയർ വിഡ്ത്ത് കൂടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, അവിടെ റിവേഴ്സ് ബയാസിങ് ആണ്. സോ കറണ്ടിൻ്റെ ഫ്ലോ, റിവേഴ്സ് ബയാസിൽ ഡയോഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിവേഴ്സ് ബയാസിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല, വെരി ഹൈ റെസിസ്റ്റൻസ് ആണ് അവിടെ തരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എമിറ്റർ ബേസ് ജംഗ്ഷൻ നിങ്ങൾ ഫോർവേഡ് ബയസ് ആണ് ചെയ്യുന്നത്. എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും, ഒരു ലോ റെസിസ്റ്റൻസ് ഒരു ജംഗ്ഷനാണ് കിട്ടുന്നത്. അതുപോലെ കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബയസ് ആണ് ചെയ്യുന്നത്. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഹൈ റെസിസ്റ്റൻസ് ആണ് അവിടെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് മനസ്സിലാക്കാം, നമ്മുടെ ഇൻപുട്ട് സൈഡ് എമിറ്റർ ബേസ് ജംഗ്ഷൻ, അവിടുത്തെ ലോ റെസിസ്റ്റൻസിൽ നിന്നും കറണ്ട് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്, ഒരു ഹൈ റെസിസ്റ്റൻസ് ഏരിയ അല്ലെങ്കിൽ ഒരു റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷനിലോട്ടാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ഫിഗറിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. ഇവിടെ നമ്മുടെ എൻ പി എൻ ട്രാൻസിസ്റ്റർ എടുത്തു, ഇവിടെ നമ്മൾ ഡോട്ട്സിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്. അപ്പോൾ നമ്മൾ എമിറ്റർ ബേസിനെ ഫോർവേഡും കളക്ടർ ബേസ് ജംഗ്ഷനെ റിവേഴ്സ് ബയസും ചെയ്തിരിക്കുവാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എമിറ്റ് ചെയ്യുന്ന ആളാണ് ഹെവിലി ഡോപ്ഡ്. ഹെവിലി ഡോപ്ഡ് മീൻസ് എന്താ, ഇലക്ട്രോൺസ് ഒരുപാടായിരിക്കും എമിറ്ററിലുള്ളത്. അപ്പം ഇങ്ങനൊരു ഫോർവേഡ് ബയസും കൂടെ വരുമ്പം ഈ എമിറ്ററിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് ബേസ് റീജിയനിൽ വരും. നമ്മൾ പറഞ്ഞാണ് ബേസ് ഈസ് വെരി തിൻ ആൻഡ് വെരി ലൈറ്റ്ലി ഡോപ്ഡ്, ഭയങ്കര ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഇറ്റ് മീൻസ് പി ആണെങ്കിൽ, പി റീജിയൻ ആണെങ്കിലും എന്തായിരിക്കും, പിയിലെ മെജോറിറ്റി കാരിയർ ആരാണ്, ഹോളാണ്. പക്ഷേങ്കിൽ വെരി ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. അപ്പോൾ എന്താ, നമ്മുടെ എൻ എന്ന് പറയുന്നത് എമിറ്ററിൽ നിന്നും വരുന്ന ഇലക്ട്രോൺസിനെ അപേക്ഷിച്ച് വളരെ കുറച്ച് ഹോൾസ് മാത്രമേ ഇവിടെ കാണുള്ളൂ, പിയിൽ കാണത്തുള്ളൂ. അപ്പോൾ എന്താ, ഇലക്ട്രോണും ഹോളും തമ്മിൽ കണ്ടാൽ എന്താ, അവർ റീകമ്പൈൻ ചെയ്യും. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരാണ്. റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാലും, ബേസിൽ വെച്ച് റീകോമ്പിനേഷൻ നടക്കും. റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാലും there are more number of free electrons എവിടെ, ബേസിൻ്റെ റീജിയൻ കഴിഞ്ഞ് കളക്ടറിലോട്ട് കയറുന്നിടത്ത് എന്തായിരിക്കും, മോർ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അവിടെ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ഇനി നമുക്കറിയാം കളക്ടർ എന്ന് പറഞ്ഞാൽ മോഡറേറ്റ്ലി ഡോപ്ഡ് ആണ്. അവിടെ ഒരുപാട് ഏരിയ കൂടുതൽ കളക്ടറിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതുപോലെ ഈ കളക്ടറിൻ്റെ എൻഡ് എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്ന പോസിറ്റീവ് ഓഫ് ദ ബാറ്ററിയാണ്. അപ്പോൾ ആ ബാറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ എന്താ, ഇലക്ട്രോണിനെ വലിച്ച് എടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എന്താ, നമ്മുടെ ഈ ബേസ് റീജിയനിൽ ഉണ്ടായിരുന്ന മെജോറിറ്റി, അതായത് എമിറ്ററിൽ നിന്നും വന്ന ഇലക്ട്രോൺസ് റീകോമ്പിനേഷൻ കഴിഞ്ഞ് ബാക്കിയുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. ആ ഇലക്ട്രോൺസ് എല്ലാം കൂടെ എങ്ങോട്ട് മൂവ് ചെയ്യും, ഈ കളക്ടറിൽ നിന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ കറണ്ട് ഫ്ലോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്. ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അത്രയേ ഉള്ളൂ അതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഫോർവേഡ് ബയസ് അപ്ലൈ ചെയ്യുന്നു, കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. അപ്പം എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ബയസ് ചെയ്യുന്നു, ലോ റെസിസ്റ്റൻസ് റീജിയൻ തരുന്നു. കളക്ടർ ബേസ് ജംഗ്ഷൻ റിവേഴ്സ് ബയസ് ആണ്, ഒരു ഹൈ റെസിസ്റ്റൻസ് റീജിയൻ ആണ്. സോ കറണ്ട് ഈസ് ഫ്ലോവിങ് ഫ്രം എ ലോ റെസിസ്റ്റൻസ് ടു ഹൈ റെസിസ്റ്റൻസ്. ഇൻപുട്ട് സൈഡ് ലോ റെസിസ്റ്റൻസ് ആണ്, ഔട്ട്പുട്ട് സൈഡ് ഈസ് ഹൈ റെസിസ്റ്റൻസ് റീജിയൻ. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ ട്രാൻസ്ഫർ റെസിസ്റ്റർ ഓർ ട്രാൻസിസ്റ്റർ. മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾ ആൻഡ് അല്ലെങ്കിൽ there are holes and electrons. അതുകൊണ്ടാണ് അവരെ ബൈപോളാർ എന്ന് പറയുന്നത്. there are two junctions, J1 and J2, രണ്ട് പി എൻ ജംഗ്ഷൻസ് ഉണ്ട്. സോ അത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് എന്നിവരെ പറയും. ഇതാണ് അതിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അപ്പം ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്, ഐ ഇ എന്ന് പറയുന്ന കറണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഐ ബി പ്ലസ് ഐ സി, സം ഓഫ് ബേസ് കറണ്ട് ആൻഡ് കളക്ടർ കറണ്ട് ആണ് ടോട്ടൽ എമിറ്ററിൽ നിന്ന് വരുന്ന കറണ്ട് എന്ന് പറയുന്നത്.
നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊരു PNP ട്രാൻസിസ്റ്ററിൻ്റെ മൂവ്മെൻറ്റാണ് കാണിക്കുന്നത്. ഇതിനകത്ത് കാണിക്കുന്ന ഹോൾസിൻ്റെ മൂവ്മെൻറ്റാണ്. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് എമിറ്ററിന് എങ്ങനെയാണോ NPNൽ എങ്ങനെയാണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഡയറക്ഷനായിരിക്കും. ഇത് ബേസിക് ട്രാൻസിസ്റ്ററിൻ്റെ സിമ്പിൾസ് നിങ്ങൾക്ക് അറിയായിരിക്കും. NPN ആണെങ്കിൽ ആരോ പുറത്തേക്കായിരിക്കും, PNP ആണെങ്കിൽ അകത്തേക്ക്, എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ. അപ്പം ഇതിനകത്ത് കാണുമ്പോൾ തന്നെ നമ്മൾ KCL പഠിച്ചിട്ടുണ്ട്. ഇപ്പം കറണ്ട് മീറ്റിംഗ് അറ്റ് എ പോയിൻറ്റ് സിഗ്മ I = 0 എന്നാണ്. ആ റിലേഷൻ വെച്ചിട്ടാണ് IE എന്ന് പറഞ്ഞ പുറത്തേക്കുള്ള കറണ്ടാണ്. IB പ്ലസ് IE = IB പ്ലസ് IC ആയിരിക്കും. IBയും ICയും ട്രാൻസിസ്റ്ററിനകത്തേക്ക് ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. കാരണം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ വരുന്നത്. അതിൽ നിന്നാണ് അങ്ങനെ കിട്ടുന്നത്. അത് NPNൻ്റെയും PNPയുടെയും സിമ്പിൾസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് മോഡ്സും അതുപോലെ കണക്ഷൻ, കോമൺ ബേസ്, കോമൺ എമിറ്ററൊക്കെ നെക്സ്റ്റ് കോൺഫിഗറേഷൻസൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ.